റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി SDPI. സർക്കാരിനെതിരെ ഇപ്പോൾ മുസ്ലിം ഏകീകരണം ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് റിപ്പോർട്ടറിനോട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഏകീകരണം ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞ് സർക്കാർ പിന്നീട് നയം മാറ്റി. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ ഉൾപ്പെടെ സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ടെന്നും CPI ലത്തീഫ്. റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. SDPI സർക്കാരിനെ പുകഴ്ത്തുന്നു. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ LDF സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ടാവണം കുറച്ചുകൂടി ഗവൺമെന്റ് അവരുടെ പോളിസിയിലൊക്കെ മാറ്റം വരുത്തി വിവിധ സംഘടനകളോടുള്ള നിലപാടിലൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുത്ത് അപ്പോൾ അന്ന് ഉള്ളതുപോലുള്ള ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇപ്പോൾ ഗവൺമെന്റിനെതിരെ ഇല്ല എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. CPM ചിലയിടത്ത് നല്ല നിലപാടുകളുണ്ട്. അതായത് വെള്ളാപ്പള്ളിയോടുള്ള സമീപനം, സാംസ്കാരിക നായകന്മാരെന്ന രീതിയിൽ പല RSSകാരെയും ഭരണ സംവിധാനത്തോട് കൂട്ടിയോജിപ്പിക്കൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങൾ അസംതൃപ്തരായിരുന്നു. പക്ഷെ പിന്നീട് അത് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അവർ ഒരു സോഫ്റ്റ് കോർണറായി മുസ്ലിങ്ങളെ സമീപിക്കാൻ തുടങ്ങിയെന്ന് നമ്മളാണ് കാണുന്നത്. തിരഞ്ഞെടുപ്പിൽ SDP ഉൾപ്പെടെ ആരുടെയും വോട്ടും സ്വീകരിക്കുമെന്ന് മങ്കടയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ആരെ വോട്ടും സ്വീകരിക്കാം. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ, എല്ലാവരോടും വോട്ട് ചോദിക്കാം, ആർക്കും ചെയ്യാം. വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നീ നടക്കുമ്പോൾ ആരോടും വോട്ട് ചോദിച്ചുമ്പോൾ അതിൽ ആരെയെന്നുള്ളതല്ല, ജനാധിപത്യ വിശ്വാസികളോട് വോട്ട് ചോദിക്കണം. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാൻ അങ്ങോട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, വോട്ടിൽ നല്ലത് ചീത്ത എന്ന് ആരും മാറ്റിവെക്കാറില്ല. മുബഷീർ പി അക്ബറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ വിവരവുമായി. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. ഇന്നലെ SDP ഡീലാരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് നേരത്തെ ഉന്നയിച്ചതാവട്ടെ മഞ്ചേശ്വരത്തും മങ്കടയിലെയും സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാട്ടിയാണ്, വേങ്ങരയിലെയും. ഇന്നിപ്പോൾ SDPയുടെ പ്രതികരണം വരുന്നു. സർക്കാരിന് അനുകൂലമായൊരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർക്കാരിന് എതിരെ ഒരു മുസ്ലിം ഏകീകരണം ഇല്ല എന്നാണ് ഇപ്പോൾ SDP തന്നെ പറയുന്നത്. അതൊരു സൂചനയായിട്ട് കണക്കാക്കാമോ? ഇത് വീണ്ടും സർക്കാരിനെ, ഇടതുപക്ഷത്തിന്, മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ ഒരുപക്ഷെ പ്രതിപക്ഷം ഇനി ആവശ്യപ്പെടുമോ? SDP ബന്ധത്തെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വരുമോ CPM? SDP പൂർണ്ണ പിന്തുണ ഇടതുപക്ഷത്തിന് നൽകുന്നു എന്ന സൂചനയാണോ ഇതിലുള്ളത്? മുബഷീർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. തീർച്ചയായും SDPI പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തന്നെ നൽകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് SDPIയുടെ ഭാഗത്ത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് ഇന്നലെ പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല, LDFന്റെ സർക്കാർ മാറി UDF വന്നേ മതിയാകൂ എന്ന ചിന്തയൊന്നും തന്നെ SDPIയെ സംബന്ധിച്ചില്ല എന്നുള്ളത് CPI ലത്തീഫ് നമ്മളോട് എക്സ്ക്ലൂസീവായി തന്ന ബൈറ്റിൽ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് നമുക്ക് ലഭിച്ച ഒരു ബൈറ്റിൽ അദ്ദേഹം സംസ്ഥാനത്തൊരു മുസ്ലിം ഏകീകരണം സംസ്ഥാന സർക്കാരിനെതിരെ, LDF സർക്കാരിനെതിരെ നിലവിലില്ല എന്നുള്ളത് പറഞ്ഞു വെക്കും. നേരത്തെ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ സംഘടന കൂടിയാണ് SDPI എന്നോർക്കണം. ആ SDPI ആണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ മുസ്ലിം ഏകീകരണം ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ തന്നെ അത്തരമൊരു ഏകീകരണം ഉണ്ടായിരുന്നു. അത് LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നയം മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ, LDFന്റെ നിലപാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ഏകീകരണം LDFനെതിരില്ല എന്ന് SDPI പറഞ്ഞു വെക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടൊരു പ്രസ്താവന കൂടിയായി മാറുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായിട്ട് രമേശ് ചെന്നിത്തല പോലെയുള്ള ആളുകൾ SDPI CPM ഡീലെന്ന ആരോപണം ശക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് SDPI പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. SDPI ഡീല് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വിവിധ പര്യടനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു SDPI ബന്ധത്തെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. മങ്കട ഉന്നയിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല SDPI CPM ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. വോട്ട് കൊണ്ട് തുച്ഛമാണെങ്കിലും SDPയുടെ ഈ നിലപാട് മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവാദം കൂടിയായിട്ട് മാറുന്നു.